ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? അത് ഒരു കുക്കറിലോട്ട് കുറച്ച് ക്യാബേജും ഇനി ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ല പൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ടക്രോസിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കനം കുറച്ചൊന്നും അരിഞ്ഞിട്ടില്ല, ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ. അപ്പം ഇതൊന്ന് ചേർത്തിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു അരക്കപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോൾ ആ ഒരു വിസിലോട്ടൊക്കെ ഇത് വെന്തിട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതാണിത് ഒരു വിസിലൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉരുളക്കിഴങ്ങും ആ മുട്ടക്രോസ് ഒക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനൊരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഒരു അര ടീസ്പൂണൊക്കെ ഉണ്ടാവും, അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി കൂടെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൂടെ ഒരു സവാളയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഒരു ചെറിയ സവാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷനൊക്കെ എടുത്താൽ മതിയാവേ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടല്ലോ, അതുവരെയൊക്കെ ഒന്ന് മതിയാവേ. അപ്പോൾ അതാണ് സവാളയൊക്കെ ഒന്നായി. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പം എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരുപാട് നേരം ഒന്നിനും അങ്ങോട്ട് ഇട്ട് വഴറ്റി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഈ തക്കാളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി, വെന്ത് ഉടഞ്ഞ് വരുന്ന പാകമൊന്നും എത്തണ്ടേ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവുകയെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലൊരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്തിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ വഴറ്റുമ്പോഴേ ലോ ഫ്ലെയിമിലൊക്കെ ഒന്ന് ഇടണേ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ക്യാബേജിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഈ മസാലയായിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാവേ. ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാര്യം ആ മസാലയൊക്കെ നമ്മുടെ ക്യാബേജിലും ഉരുളക്കിഴങ്ങിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ, അതുവരെ ഒന്നങ്ങ് അടച്ച് വെച്ച് വേവിക്കാവേ. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയിലൂടെയൊക്കെ നല്ല ബെസ്റ്റാണ്. ക്യാബേജ് കഴിക്കാത്തവരൊക്കെ കഴിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.